ഞാൻ ഇപ്പോൾ ആംബുലൻസിനകത്താണുള്ളത്. ഞാൻ നോമ്പ് കുറിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു എമർജൻസി കോൾ വന്നു. ഞാൻ ഇവിടെ നിന്ന് അടിച്ച് പറത്ത് നേരെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ആൾക്കൂട്ടത്തിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 പയ്യന്മാർ കള്ള് കുടിച്ച് ബോധമില്ലാതെ വണ്ടി സ്കിഡായി ആ ഘോഷയാത്രയ്ക്ക് നിന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് വണ്ടി സ്കിഡായി പോയി ഇടിച്ച് നിന്ന്. അപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മ, ഒരു പ്രായം ചെന്ന അമ്മയും ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നേരെ അമ്മമ്മേനെ എടുത്ത് ഞാൻ നേരെ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മേഡം നോക്കിയതിന് ശേഷം ഇവിടെ നിന്ന് റെഫർ ചെയ്ത് ഇത് മെഡിക്കൽ കോളേജിൽ കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫ്ലോയിഡ് വിട്ട് നേരെ മെഡിക്കൽ കോളേജിലെത്തി. 2 പേര് ഫ്രണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് റെഡ് സോണിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ ട്രോളിയും വലിച്ചെടുത്തുകൊണ്ട് റെഡ് സോണിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് നേരെ സർജനെ കാണിക്കാം. സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞ് ENT കാണിക്കാം. ENT കാണിച്ചപ്പോൾ ENT പറയുന്നത് ദന്തലിനെ പോയി കാണിക്കാം. ദന്തലിനെ പോയി കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ദന്തൽ പറയുന്നത് നമുക്കെല്ലാം ഇത് നേരെ സർജറി കൊടുക്കണം. വീണ്ടും ഞാൻ അവിടെ നിന്ന് നേരെ സർജറി വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡിൽ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇട്ടുകൊണ്ട് പോയ ഫ്ലൂയിഡ് തീർന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലൂയിഡ് അതിൽ തൂക്കിയിട്ട് കാരണം നമ്മൾ പൊക്കി പിടിച്ച് കൈ കഴിക്കണം, അങ്ങനെ ഫ്ലൂയിഡ് അവിടെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ സർജറിയിൽ അവർ പറഞ്ഞ് ENT കാണിക്കാൻ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റാൻഡോടെ ഇങ്ങനെ അപ്പോൾ അതിങ്ങനെ വലിച്ച് വീലുള്ളതുകൊണ്ട് നമുക്ക് നിരക്കി കൊണ്ടുപോകാം. അപ്പോൾ അത് ഇങ്ങനെ നിരക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരു ചേച്ചി പാഞ്ഞുകൊണ്ട് ഒന്ന് ചോദിക്കണം, നിങ്ങൾ എന്തുവാ കാണിക്കുന്നത്? ഈ സ്റ്റാൻഡ് ഇവിടുത്തെ സ്റ്റാൻഡ് എൻ്റെ അടുത്ത് അപ്പുറത്ത് കൊണ്ടു. ഞാൻ പറഞ്ഞ ചേച്ചി ഇവിടെ നിന്ന് ഇപ്പുറത്തല്ലേ കൊണ്ടുവന്നുള്ളൂ, ഇതിനകത്ത് ഫ്ലൂയിഡ് തീരണ്ട, നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ചുമ്മാ ഇരിക്കണല്ലേ, വേറെ ആരും യൂസ് ചെയ്യുന്നില്ല, അതൊന്നും പറ്റില്ല, ഇത് ഇവിടെ തന്നെ വെക്കണമെന്ന്. ഞാൻ ഒന്നും വേണ്ടിയില്ല പോട്ടെ. എന്നിട്ട് ആ അമ്മൂമ്മേനെ എടുത്ത് അടുത്ത ENT കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ENTയിൽ അവർ പറയാണ് ഇതിവിടെ അല്ല, നിങ്ങൾ അവിടെ ദന്തലിൻ്റെയും കൂടി കാണിയിട്ട് അകത്ത് ഇതുകൊണ്ട്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും കാണിക്കും, നിങ്ങൾ എന്താ കാണിക്കണം, ഇവരെ എന്താ ചെയ്യേണ്ടത്, അവർ ബ്ലഡ് നിൽക്കുന്നില്ല, എന്താ ഇപ്പോൾ കാണിക്കേണ്ടതെന്ന് ചോദിച്ചു. അതിന് ഞാൻ കൂടുതൽ അവിടെ നിന്നില്ല, എനിക്ക് ഒരുമാതിരി കണക്കായിപ്പോയി. ഞാൻ ചേട്ടനെടുത്തോളം ചേട്ടാ ഞാൻ പോകണം ചേട്ടാ, നിങ്ങളത് എന്നെക്കൊണ്ട് പറ്റണില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് പറയാനുള്ളതൊന്നുമല്ല, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. അത് നമ്മുടെ പയ്യന്മാരുടെ അടുത്താണ് പറയാനുള്ളത്. പയ്യന്മാരെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും നിങ്ങൾ കള്ളു കുടിച്ചാൽ നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങളുടെ കയ്യിൽ വണ്ടി നിൽക്കുമെന്ന്. സത്യം പറഞ്ഞു ഇന്ന് ഞാൻ അമ്മൂമ്മേനെ കണ്ട് ഞാൻ അവിടെ ചെന്നാൽ മെഡിക്കൽ കോളേജിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടണ കണ്ടിട്ടാണ് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങൾ വിചാരിക്കണക്കല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ കള്ളു കുടിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. അത് കാറാവട്ടെ, ബൈക്കാവട്ടെ, ഓട്ടോ ആവട്ടെ, എന്തും ആവട്ടെ, നിങ്ങളുടെ കയ്യിലല്ല. നിങ്ങൾ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലല്ല വണ്ടി. ഭാഗ്യത്തിനാണ് ഓരോരുത്തരും രക്ഷപ്പെട്ട് വീടുകളിലെത്തുന്നത്. കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ചെയ്യും. നിങ്ങൾ എത്ര പേർക്ക് ഇത് ഷെയർ ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ കണ്ട് മടുത്ത്, കാലറ്റതും കൈയേറ്റതും പിറമുറിഞ്ഞതും തലയേറ്റതും അങ്ങനെ മരിച്ചതും മരിക്കാത്തതും ഇങ്ങനെ എടുത്തെടുത്തുകൊണ്ട് പോയി മടുത്ത് കണ്ട് ദയവ് ചെയ്ത് കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക. ദയവ് ചെയ്ത് ബാക്കിയൊക്കെ പറ്റിപ്പോണ ആക്സിഡൻറ്റുകളെന്നെങ്കിലും വിചാരിക്കാം. ഇത് മനഃപൂർവ്വം നിങ്ങൾ ആക്സിഡൻറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലും. ദയവ് ഇതൊരു അപേക്ഷയാണ് കേട്ടോ. ശരിയെന്ന് എന്തായാലും ആയിക്കോട്ടെ.